ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുധീഷും നീതിയും കൂടി ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. വല്ലാത്ത വിശക്കുണ്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഹോട്ടലിലൊക്കെ കയറിയിട്ട് എന്നിട്ട് ബിരിയാണിക്കൊക്കെ ഓർഡർ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറഞ്ഞാൽ നിങ്ങളുടെ എഴുത്തിയമ്മയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ തൂങ്ങിയ മനുഷ്യനെ തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നീതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വായ വെറുതെ ഇരിക്കില്ല, ഞാൻ വെറുതെ ഓരോ തമാശയ്ക്ക് പറയാമെന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരോരോ തമാശ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുനന്ദയുടെ കയ്യിൽ തുന്നക്കാരത്തി ബ്ലൗസ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് അവളുടെ അമ്മയുടെ മുന്നിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ വല്ലാതെ വഴക്ക് പറഞ്ഞിട്ട് ആ ബ്ലൗസ് കീറാനോ നോക്കുന്നുണ്ട്. ആ സമയത്ത് സുനന്ദ വേഗം അത് വലിച്ച് ഓടിയിട്ട് അമ്മയുടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടി വന്നിട്ട് നമ്മുടെ സുഭാഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് വാങ്ങിയിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് സുഭാഷിനോട് സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ നിങ്ങൾ കരുതുന്ന പോലെ ഈ വീട്ടിൽ എല്ലാവരോടുള്ള ഇഷ്ടം പോലെയല്ല, നിങ്ങളോട് എനിക്ക് ശരിക്കും പ്രേമമാണ്, നിങ്ങളെ ചെറുപ്പം മുതൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കില്ല, നിങ്ങൾ ഓരോ പെണ്ണ് കാണാൻ പോണ സമയത്ത് എൻ്റെ മനസ്സ് കടന്ന് വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു നിങ്ങൾക്ക് പെണ്ണൊന്നും ശരിയാവാതെ. പക്ഷേ എന്ത് പറഞ്ഞാലും സുഭാഷ് ഏട്ടാ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങളുടെ അടുത്തൊരു കല്യാണ പെണ്ണായിട്ട് നിൽക്കുകയാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എൻ്റെ അച്ഛൻ ദുബായി കടന്ന് കഷ്ടപ്പെടില്ല, ആ ഒരു വിചാരിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളൊപ്പം ഇറങ്ങി വരാത്തത്, പക്ഷേ നിങ്ങൾ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുധീഷ് നിധിയും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, നിങ്ങളായിട്ട് കൂടുതൽ അടുക്കണ സമയത്ത് നിങ്ങൾ നല്ലൊരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പം നിങ്ങളോട് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്, അപ്പോൾ എന്നെ കണ്ടാൽ മോശമായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ സുധീഷ് ചോദിക്കേണ്ട. ആ സമയത്ത് നിധി പറയേണ്ട, ആദ്യം കണ്ട ഒരു ഗുണ്ടേന്നൊക്കെ തോന്നും, പിന്നെ അപ്പോൾ ഇപ്പോഴോ ചോദിക്കേണ്ട, ഇപ്പം കണ്ടാൽ കുറച്ച് പാവമായിട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ ഞെട്ടലുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.